കോതമംഗലം അജാസ് വധക്കേസിലെ പ്രതികളായ ദമ്പതികൾക്ക് കോടതി ജീവപര്യന്തം കഠിന തടവും 17 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികളായ കുത്തുകുഴി മറ്റപ്പള്ളിയിൽ സുഭാഷ്, ഭാര്യ അമ്പിളി എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. നാടകീയ സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയ കോതമംഗലം അജാസ് വധക്കേസിലെ പ്രതികളായ മറ്റപ്പള്ളിയിൽ സുഭാഷ്, ഭാര്യ അമ്പിളി എന്നിവർക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ബി കമാൽ പാഷയാണ്. പ്രതികളിൽ നിന്ന് പിഴയിനത്തിൽ ഈടാക്കുന്ന 17 ലക്ഷം രൂപ അജാസിന്റെ ഭാര്യ, കുഞ്ഞ്, മാതാപിതാക്കൾ എന്നിവർക്ക് നൽകും. പിഴ നൽകിയില്ലെങ്കിൽ സുഭാഷ് 4 വർഷവും അമ്പിളി 2 വർഷവും അധികമായി കഠിന തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ബി ഗഫൂർ ഹാജരായി. ചെയ്ത ക്രൂരകൃത്യത്തിന് അർഹമായ വിധി തന്നെയാണ് കോടതി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കോടതിയുടെ പരാമർശം തന്നെ വളരെ മാർജിനൽ എസ്കേപ്ഡ് ആണ്. റെയറസ്റ്റ് ഓഫ് റെയർ എന്ന പർവിയിൽ നിന്നും ഈ പ്രതികൾ വളരെ മാർജിനലായിട്ട് എസ്കേപ്പ് ചെയ്തതാണെന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. ഇത് ഒരു പൂർണ്ണമായും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ് കോടതിക്ക് അങ്ങനെ കണ്ടെത്തേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ജീവപര്യന്തവും പിന്നെ ഒരു 15ഓളം വർഷക്കാലം മറ്റ് വകുപ്പുകളിലുള്ള ശിക്ഷകളും കൂടി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ കുറ്റത്തിന് അർഹമായ ശിക്ഷ തന്നെയാണ് കോടതി നൽകിയിട്ടുള്ളതാണ് അഭിപ്രായം. പിന്നെ ഒരു കാലത്തും ഒരു കേസിലും നൽകാത്തത്രയും നഷ്ടപരിഹാരം ഒരു 17 ലക്ഷത്തോളം രൂപ 2 പ്രതികളുടെ നിന്നുമായി ഇതിന്റെ വിക്ടിമിനും മരിച്ചുപോയ അജാസിന്റെ ഭാര്യയ്ക്കും മകനും മാതാപിതാക്കൾക്കും നൽകാൻ കോടതി പറഞ്ഞിട്ടുള്ളത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് സുഭാഷ് പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെ: 2009 ഫെബ്രുവരി 17 അജാസ് പുത്തുകുഴിയിലെ സുഭാഷിന്റെ വീട്ടിലെത്തുന്നു. കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കായാണ് അജാസ് സുഭാഷിന്റെ അടുത്തെത്തിയത്. 5 ലക്ഷത്തിന്റെ നല്ല നോട്ടുകൾ നൽകിയാൽ 10 ലക്ഷത്തിന്റെ കള്ളനോട്ട് നൽകാമെന്ന് സുഭാഷ് പറഞ്ഞിരുന്നു.